ചെറിയൊരു കുട്ടിയാണ്. ഹായ് ബോലിയേ, നേരെ ഷെയ്ക്ക് നെയ്യേ. ചെറിയ കുട്ടിയാട്ടോ, ഭയങ്കര ഹാപ്പിയിലാണ് ഇത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനുള്ളത് നേപ്പാളിലെ ഡാർച്ചുള ജില്ലയിൽ വരുന്ന ഇഗ്ലെ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ദുഹു നഗർപാലിക ദോ നമ്പറാണ് ഈ ഗ്രാമം എന്ന് പറയുന്നത്. ആദ്യം ഒന്ന് കാണിച്ചു തരാം ലൊക്കേഷൻ. മനോഹരമായ ഒരു പ്രകൃതി ഭംഗി സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ്. ഹ്യൂജ് മൗണ്ടെയ്ൻസ് ആണ്, അതായത് വലിയ മലകളുള്ള ഒരു ലൊക്കേഷനാണ്. ഏകദേശം 100 കിലോമീറ്റർ പോയ ഹിമാലയ സൈഡാണ്. നേപ്പാളിലെ ബസ് സർവീസ്, കാർ സർവീസ്, ടാക്സി സർവീസ് ഒന്നും ഈ ഒരു ഭാഗത്തില്ല. ട്രാക്ടർ ഉണ്ടാവും സിമെൻറ്റും കാര്യങ്ങളും കൊണ്ടുപോകാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ പിക്കപ്പ് സർവീസ് മാത്രമാണ്. നമ്മളെ പിക്കപ്പ് ഇല്ലേ, നാട്ടിലെ പിക്കപ്പ് ഇല്ല, അത് മാത്രമാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ബസ് ടാക്സി ഒന്നും ഇവിടെ കിട്ടില്ല. അതായത് കാഠ്മണ്ഡു ടു നേപ്പാളിലെ ഡാർച്ചുള, ഇന്ത്യ നേപ്പാൾ ബോർഡർ വരെയാണ് നമ്മൾക്ക് ബസ് സർവീസും കാറും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ നടന്നു വരുന്നതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എത്തിയപ്പം എന്താണ് പറഞ്ഞാൽ റോഡില്ല. മൊത്തം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നുണ്ടോ അവിടെ ട്രാക്ടർ വരുന്നുണ്ടോ, അതേപോലത്തെ ഒരു ചെറിയ വഴിയാണെങ്കിൽ മൊത്തം പൊടി പടലാണ്. ശരീരത്തിന് അസുഖങ്ങൾ വരാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഇവിടുത്തെ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒന്നുമില്ല. വികസനം സീറോ ആണ്, റോഡ് വികസനം. ഇതുവരെയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്കൊരു നല്ല റോഡ് കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഇത്രയും മനോഹരമായ ഒരു മലനിരകളും പ്രകൃതി ഭംഗി സമ്മാനിക്കുന്നിടത്തൊരു റോഡ് കൂടി ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ആലോചിച്ചു എന്താ വിചാരിച്ച ഇവിടുത്തെ കുട്ടികളൊക്കെ ശ്വസിക്കുന്നത് ഡെയിലി പൊടി മണ്ണാണ്. പക്ഷേ പ്രകൃതി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തൊട്ട് മുകളിലോട്ട് ഇനി ഹിമാലയ സൈഡാണ്, ബ്യാസ് വാലി എന്ന് പറയും. അതായത് കലാപ്പാനി ഹിമാലയ സൈഡിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എത്രത്തോളം പോസിബിളാണ് അറിയില്ല. മൊത്തം കൃഷിയിടങ്ങളാണ്, നെൽകൃഷി, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ട് പറയാം. ഒരു ചെറിയ തൂക്കുപാലമാണ്, ഞാൻ ഇതിലൂടെ നടക്കുവാണ്. ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്, കാരണം എത്രത്തോളം പഴയതാണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ ആൾക്കാരൊക്കെ കൂളായിട്ട് ഇവരെന്താണ് കല്ല് രാവിലെ പൊളിക്കലാണ് ഇവരുടെ ജോലി. മല ഇടിഞ്ഞു വീണ കല്ല് പൊടിച്ച് ട്രാക്ടറിലാക്കി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. അതെന്താണ്, ചെറിയ പെൺകുട്ടികൾ മുതൽ ചെറിയ ആൺകുട്ടികൾ വരെ, പഠിക്കുന്ന പ്രായമുള്ളവരൊക്കെ സ്കൂൾ ലീവാക്കി വരെ അവരെന്താണ് ഈ ഒരു ജോലിയിൽ ഏർപ്പെടും. അത് സക്കി എന്ന് പറയും. ആ ദൂരെ കണ്ടോ, അതാണ് സക്കി. സക്കി എന്ന് പറഞ്ഞാൽ ജലത്തിൽ പ്രവർത്തിക്കുന്ന മില്ലാണ്. അരിയും ചോളവും എല്ലാം പൊടിച്ചെടുക്കുന്നതാണ് ആ ദൂരെ നിന്ന് കാണുന്നത്. ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് അധികം കാണിക്കുന്നില്ല. താഴെയുടെ കാളി നദിയാണ്, ഗ്രാമത്തിലെ നദിയാണെന്ന് പറയാം. പ്രധാനപ്പെട്ട ഫേമസ് ആയ നദിയല്ല, ഗ്രാമത്തിലെ ഹിമാലയൻ നദി എന്ന് പറയാം. അത്ര ഫേമസ് അല്ല ആ ഒരു നദി. എന്തായാലും ഈ ഒരു തൂക്കുപാലം കണ്ടോ, ഇതിലൂടെ നടന്നു പോവാണ്. ഒമ്മോ, അയ്യോ, മറിഞ്ഞ് വീഴുവാകുമ്പോൾ അന്യം കൂടി കാണിച്ചു തരാം. ഈ ഒരു തൂക്കുപാലത്തിലൂടെ ഇങ്ങനെ നടക്കുവാണ്. നല്ല തണുപ്പാണ്, കാലാവസ്ഥ മൈനസിലാണ്. വ്യൂ കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വ്യൂ കണ്ടോ, എത്ര മനോഹരമായിരിക്കും നോക്കിയേ. ഗ്രാമവാസികളൊക്കെ കണ്ടോ, അവിടെ റോഡ് പണി ഇതുവരെ ആയിട്ടില്ല. അതിൻ്റെ ഡെവലപ്മെൻറ്റിലൊക്കെയാണ്. വാഹനങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല. കല്ലുകളൊക്കെ അവർ കഷ്ണാക്കി എടുക്കുവാണ്. എന്തായാലും മനോഹരം കേട്ടോ. ഗ്രാമത്തിലേക്ക് ഷോർട്ടായിട്ട് പോകുന്നൊരു തൂക്കുപാലമാണ്. കാലാവസ്ഥ മൊത്തം മഴക്കാറിനുള്ള ഒരു ചാൻസാണ്. ഇതാണ് ബ്യാസിലേക്ക് പോകുന്ന വഴി. കണ്ടോ, ബ്യാസിലേക്ക് പോകുന്നൊരു വഴി. മുകളിലൂടെ വേറെ റോഡ് പണി നടക്കുന്നുണ്ട്. റോഡ് പണി എന്ന് പറഞ്ഞാൽ ഇവർ മല പൊളിച്ച്, മിഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. 2-3 JCB ഒക്കെയാണ്. എന്നിട്ടാണ് റോഡ് പണി നടക്കുന്നത്. ഇവിടെ ഒരു അമ്മയും 2 മക്കളും ഉണ്ട്. പാറ പൊട്ടിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്, റോഡില്ലാത്ത ഗ്രാമത്തിലെ ആൾക്കാരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ചെറിയ പാറയൊക്കെ പൊട്ടിച്ച് ട്രാക്ടർ വരുമ്പം അതിലേക്ക് കയറ്റി വിടലാണ്. ഈ റോഡ് സൈഡിലൊക്കെ കണ്ടോ, പാറ പൊളിഞ്ഞ് വീണിട്ട് അതൊക്കെ മുട്ടി കൊണ്ട് അടിച്ച് പൊളിച്ച് ഈ കുഞ്ഞു മക്കൾ അതൊക്കെ വണ്ടിയിലാക്കി വിടും. കണ്ടോ, ഇവിടുന്ന് പാറ പൊട്ടിക്കുന്നതാണ് കാണുന്നത്. 2 കുഞ്ഞു മക്കളാണ്. ചൈപ്പിയ എൻ്റെ ഭാഷകാർക്ക് അറിയില്ല കേട്ടോ, പാവം കുഞ്ഞു മക്കളാണ്. അവിടെ ഒരു അമ്മയുണ്ട്. നിങ്ങൾ ഈ മലയോര പ്രദേശം കണ്ടോ, എത്ര വലിയ സ്ഥലമാണ് നോക്കിയാൽ. എപ്പോൾ വേണേലും ലാൻഡ് സ്ലൈഡ് സംഭവിച്ചേക്കാം. അങ്ങനത്തെ ഒരു ഏരിയകളാണ്. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജീവിത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതേപോലെ കല്ല് പൊട്ടിച്ച് ട്രാക്ടർ വരുമ്പം അതിലേക്ക് കൊടുക്കലാണ്. അങ്ങനെ ശമ്പളം പറ്റുന്ന ജനങ്ങളുണ്ട് ഇവിടെ. എവിടെയും ഹോട്ടലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ ചോദിച്ചു, എനിക്കൊരു ഗ്ലാസ് ചായ തരുമോ. അപ്പോൾ അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, എന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഇതാണ് ഇവരുടെ വീടിൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞത്. ഈ കാണുന്നതാണ് പണ്ടത്തെ കല്ലാണ്, പാറക്കല്ലില്ലേ, അത്രയും ഉറപ്പാണ് കേട്ടോ, നിസ്സാരമല്ല. എത്ര കാലം നിൽക്കുന്ന പറയും. ഇവിടെയൊക്കെ മഞ്ഞ് പെയ്താൽ വരെ ഇവിടെ ഉറപ്പിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പാറക്കല്ലും സിമെൻ്റ് അല്ല, കളിമണ്ണൊക്കെ കൂട്ടിക്കുഴച്ച വീടുകളാണ്. ഈ ഒരു കുഞ്ഞ് എന്നെ കാണാൻ ഓടുന്നുണ്ടല്ലോ. नो क्या है इधर कचरे है क्लीन करते है. പാവം കേട്ടോ, ചോട്ടു കരയാണ്. പാവം എന്നെ കാണുമ്പോൾ കരയാണ്.
ചോട്ടു ക്ലീൻ കറുത്തേ കച്ചറേ. ഇതുണ്ടോ, ഇതാണ് ഇവരെ വീട് ഈ കാണുന്നത്. കുഞ്ഞ് കരഞ്ഞിട്ട് ഓടി. താഴെ ചാണകമൊക്കെ സ്റ്റോക്ക് ആക്കിയതാണ്. ഇവിടെയും ഉണ്ട് വീട്, കണ്ടോ. ഇതൊക്കെ ഓരോരോ വീട്ടിൻ്റെ മുറികളാണ്. പഴയ ടൈലർ മെഷീനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. എന്തായാലും ഒരു പഴയ ജീവിതത്തിൽ, ഒരു വിദൂരമായ ലോകത്ത് മലകൾക്ക് മുകളിൽ ജീവിക്കുന്ന ഒരു ജനത, എന്തായാലും കാണാനൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ആവശ്യം വന്ന് ഇവർക്ക് എത്തിപ്പെടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ. സമയം രാവിലെ 6 മണിയാണ്. എൻ്റെ യാത്രയിൽ ഞാൻ കിടന്നുറങ്ങുന്നത് റൂമുകളൊന്നുമല്ല. കാരണം ഇവിടെ റൂമൊക്കെ പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം വലിയ വലിയ ഗ്രാമങ്ങൾ താണ്ടി വരുന്നതല്ലേ. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അതിൻ്റെ പൈസ എടുക്കുന്നതുകൊണ്ട് ഓരോ കടേൻ്റെയും തിണ്ണയിലാണ് ഞാൻ കിടന്നുറങ്ങുക. അപ്പോൾ രാവിലെ അങ്കിൾ കട തുറന്നിട്ടുണ്ട്, ചായക്കട. അതൊരു സന്തോഷമായി എനിക്ക്. കാരണം രാവിലത്തെ ചായ കുടിക്കാൻ പുള്ളിക്കാരൻ ഞാൻ സംസാരിച്ചു. ഇവരെ ഗ്രാമങ്ങളിലേക്ക് പോകും. ആരും ഈ ഒരു വീടുകളിലും, ഇതൊക്കെ ഇവരെ കടകളിലാണ്. കടകളിൽ ആരും താമസിക്കില്ല. ഇവിടെ ഒരു അങ്കിൾ രാവിലെ ചായ ആക്കുന്നുണ്ട്. ചായൻ്റെ പരിപാടിയാണ്. ഫസ്റ്റ് തുറന്നൊരു കടയാണ്. ഞാനുള്ളത് നേപ്പാളിൽ, ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് നേപ്പാളിലെ ബ്യാസ് ഗാവ് പാലിക 6ാം നമ്പർ വാർഡിലാണ്. ഒത്തി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. മലനിരകളൊക്കെ പ്രകാശം പറന്നു തുടങ്ങിയിട്ടുണ്ട്. കാക്കകളും പരുന്തുകളൊക്കെ മുകളിലൂടെ പറന്നു തുടങ്ങി. ഗ്രാമമാണ്, താഴെയാണ് ഗ്രാമമുള്ളത്. ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാർക്കറ്റാണ്. ആരും നിൽക്കില്ല. ചെറിയ ചെറിയ റൂമൊക്കെ കിട്ടും. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്, വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. ഞാൻ കുറേ അന്വേഷിച്ചപ്പം 1000 രൂപയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആയില്ല. കാരണം എൻ്റെ ബഡ്ജറ്റ് യാത്ര താങ്ങില്ലല്ലോ. അപ്പോൾ ശീലം കടേൻ്റെ മുമ്പിൽ കിടന്നുറങ്ങലാണ്. ഇവിടെ അല്ല കിടന്നുറങ്ങിയത്, അവിടെയാണ് എൻ്റെ വേഗിൽ, ഈ ഒരു കടേൻ്റെ മുന്നിൽ. അവിടെ കിടന്നുറങ്ങി ഈ ഒരു കട തുറന്നിട്ട് ഇങ്ങോട്ട് വന്നു. എന്നെയും കൂടി കാണിച്ചു തരാം. കണ്ടോ, കൊടും തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഇനി ഇവിടുന്ന് മേലോട്ടേക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രയും ദൂരം വന്നിട്ട് മഞ്ഞുമലകൾ കണ്ട് ഇറങ്ങുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് വേഗം ഡാർജിലിംഗിലേക്ക് തിരിച്ചിറങ്ങണം, അതാണ് പ്ലാനിങ്. കാരണം തണുപ്പ് കൂടുന്നു, ഓക്സിജൻ ലെവൽ കുറവൊക്കെയാണ് ഈ ഒരു ലൊക്കേഷൻ. ഞാൻ ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. എന്താ വിചാരിച്ചാൽ, നിങ്ങൾക്ക് ഇവിടുത്തെ റോഡിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. റോഡില്ല. ഇതിലൂടെ ഇപ്പോൾ ഒരു നമ്മളെ മിഷൻ പോയായിരുന്നു, JCBൻ്റെ വേറെ ടൈപ്പ് മിഷൻ പോയായിരുന്നു. ചങ്ങല ട്രെയിനാണ്. അപ്പം റോഡ് മൊത്തം നശിക്കും. അപ്പം വില്ലേജിൽ ഒരാളെന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ, ഇവിടുത്തെ കല്ലും മൊത്തം പെറുക്കിയെടുത്ത് റോഡിൻ്റെ നടുക്ക് വെക്കുവാണ്. കാരണം പുള്ളിക്കാരൻ്റെ കുട്ടികളൊക്കെ ഇവിടെയാണ് ജീവിക്കുന്നത്. അതായത് പൊടിയിൽ കുളിക്കുന്ന, പൊടി ഡെയിലി ശ്വസിക്കുന്ന കുഞ്ഞു മക്കളാണ്. അതുകൊണ്ട് റോഡിൽ കല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണ്. പുള്ളിക്കാരൻ ആകെ ദേഷ്യം പിടിച്ചു. ഞാൻ കണ്ടതാണ്. ആ ഒരു വണ്ടി സ്പീഡിൽ പോയപ്പോൾ റോഡ് മൊത്തം പൊടിയായി, കുട്ടികളൊക്കെ പൊടിയിൽ കുളിച്ചു. ആ ഒരു ദേഷ്യത്തിലാണ്. പക്ഷേ ഇതിവിടെ സ്ഥിരം നടക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ. പൊടി വരുമ്പോൾ വണ്ടിക്കാരോട് ദേഷ്യം പിടിക്കുന്നതും. ഇവിടെ ആകെ വരുന്ന വാഹനം എന്ന് പറയുന്നത് പിക്കപ്പും ഇതേപോലത്തെ ക്രെയിൻ പോലുള്ള വാഹനങ്ങളാണ്, ഈ കല്ല് വീണതൊക്കെ പെറുക്കിയെടുക്കാൻ വേണ്ടി. റോഡ് ഇനിയും ആയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു റോഡ് ഇവിടെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടുത്തെ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ്. പൊടി ഡെയിലി ശ്വസിച്ച് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു നല്ല റോഡും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എത്ര സുന്ദരമായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ. ഞാനിപ്പോൾ നടന്നു വന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭീകരത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൊത്തം ലാൻഡ് സ്ലൈഡിന് പേര് കേട്ട ഒരു ഇടുക്കാണെന്ന് പറയാം. ചെറിയൊരു റോഡ്, ചെറിയൊരു വഴിയാണെന്ന് പറയാം. കണ്ടോ, ആൾക്കാരൊക്കെ ഇതിലൂടെയാണ് ഇങ്ങനെ നടന്ന് ഓരോരോ ഗ്രാമങ്ങളിലേക്ക് പോകുന്നത്. ആ മുകളിൽ കാണുന്ന ഹിമാലയ സൈഡ് കണ്ടോ, അവിടെ വരെ ഗ്രാമങ്ങളുള്ളതാണ് സത്യം. താഴേക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ, പാറ ഇടിഞ്ഞ് താഴോട്ടേക്ക് നേരെ പോകുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഉത്തരാഖണ്ഡിലെ പിട്ടോഗഡാണ്. താഴെ മഹാകാളി നദിയാണ്. നദിയിലേക്കാണ് ഈ കല്ലുകളൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്തൊരു വിദൂരമാണല്ലോ ഈ ഒരു സ്ഥലം. വിദൂരം എന്ന് പറഞ്ഞാൽ കാണാൻ സുന്ദരവുമാണ്, പക്ഷേ അപകടം വിതക്കുന്ന ഓരോ ഏരിയകളാണെന്ന് കൂടി പറയാം. മൊത്തം കരിമ്പാറകളാണ്. താഴേന്ന് കണ്ടോ അങ്ങോട്ടേക്ക് പോകുന്ന നദിയിലേക്ക്. ഗ്രാമപ്രദേശത്ത് കൂടി നടക്കുമ്പോൾ ഞാൻ കണ്ട മനോഹരമായൊരു കാഴ്ചയാണ് ഇത്. നോക്കിയ ആകാശവും മലയും ഒക്കെ ഒരേ സ്ഥലത്താണോ എന്ന് തോന്നിപ്പിക്കുന്നൊരു വ്യൂ. എത്ര മനോഹരമായിരിക്കുന്നല്ലേ. 2 വലിയ പർവ്വതങ്ങൾ, നടുക്കൂടി നദി ഒഴുകി പോകുന്നു. ആകാശവും ആ മലേൻ്റെ ഹൈറ്റ് നോക്കിയാൽ കൂട്ടിമുട്ടുന്നുണ്ട് ഇവർ രണ്ടും. അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്രാമം കാണുന്നുണ്ട്. പക്ഷേ ലാൻഡ് സ്ലൈഡ് നല്ലതുപോലെ പേരുകെട്ടൊരു ലൊക്കേഷനായിട്ടാണ് ഈ ഒരു ഗ്രാമങ്ങൾ വരുന്നത്. കാണിച്ചു തരാം. അതിൻ്റെ റീസൺ എന്താ വിചാരിച്ചാൽ, ഈ റോഡ് കണ്ടോ എത്ര വിദൂരമായിരിക്കും നോക്കിയാൽ. മനുഷ്യരാരുമില്ല ഇവിടെ. പിക്കപ്പ് വന്നാലായി, അത്രേ ഉള്ളൂ. എന്തായാലും സ്ഥലം അടിപൊളിയാണ്. പിന്നെ ഗ്രാമവാസികൾ പറഞ്ഞ കാര്യം, മലമുകളിൽ കരടി,
പുലി നല്ലതുപോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ ഒരു ഭാഗങ്ങളിൽ. കാരണം 3 രാജ്യങ്ങളുടെ ബോർഡർ വരുന്ന ലൊക്കേഷൻസാണ്. ഒന്ന് ഇന്ത്യ, 2 നേപ്പാൾ, പിന്നെ ടിബറ്റാണ്. ഒരു 100-200 കിലോമീറ്റർ പോയാൽ ടിബറ്റാണ് വരുന്നത്. അപ്പോൾ അത്രയും വലിയ പർവ്വത പ്രദേശങ്ങളും തണുത്ത ഭൂമിയും കൂടിയാണ്. അപ്പം ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആനിമൽസ് തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. നേപ്പാളിലെ മലയോര ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ വില്ലേജിനൊക്കെ ഓരോരോ നമ്പർ കൊടുക്കും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വാർഡ് നമ്പർ 8 എന്നൊക്കെ പറയാറില്ല. അതേപോലെ ബ്യാസ് ഗാവ് പാലിക സന്തോക്കോട്ട് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ഗ്രാമത്തിൽ ഈ ഒരു ഭാഗത്ത് ഞാൻ ആകെ കാണുന്ന ഒരു വീടാണ്. ഇവിടെ 2 കുട്ടികളുണ്ട്. ഹായ് ബോലിയേ, ഇതറാ. ഇവിടെ ഉണ്ടോ ഗ്രാമത്തെ കണ്ട കുട്ടികളാണ്. ഹായ്. അയ്യോ, മൂക്കുന്നൊക്കെ ഒലിച്ചു വരുന്നുണ്ടല്ലോ. ഓടിക്കളഞ്ഞു കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് ചായ കിട്ടുമോ ചോദിച്ച് വന്നതാണ്. ഈ കാണുന്നതാണ് ഇവരെ വീട്. പഴയ തരത്തിലുള്ള വീടും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ചിന്തിക്കുക, വിദൂരമായ ഒരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. നേപ്പാൾ മലയോര മേഖലയിലേക്ക് വെളിച്ചം വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ത്യൻ മലയോര പ്രദേശങ്ങളിലേക്കൊക്കെ സൂര്യപ്രകാശം വന്നു തുടങ്ങിയിട്ടുണ്ട്. നേപ്പാളിലെ ചെറിയൊരു ഗ്രാമത്തിൽ വന്നിട്ടാണ് ഉള്ളത്. ഇവിടെ ഒരു കടയുണ്ട്. ഈ കട മാത്രമല്ല, ഈ വാർഡിലെ ടോട്ടൽ വൈഫൈ ഉണ്ട്. വാർഡിൻ്റെ ഒരു വൈഫൈ ഉണ്ട്. ആ വൈഫൈ എന്താണ് എനിക്ക് ഇടയ്ക്കിടയ്ക്കായി കിട്ടുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ. കാരണം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇതേപോലെ ഇൻ്റർനെറ്റ് കിട്ടിയാൽ മാത്രമാണ്. ചെറിയൊരു ഗ്രാമമാണ്. ഗ്രാമവാസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടുങ്ങിയ വഴി, മുകളിലൊക്കെ എന്താണ് ആടും പശുവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഗ്രാമമാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ഗ്രാമത്തിൽ വന്നാൽ ഇവർ പിന്നെ ചില ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ നോക്കും. ഇന്ത്യൻസ് ആണെങ്കിലും ഫോറിൻ കൺട്രീസുകാരൊക്കെ ഇവിടെ വന്നാൽ അവരെ കീശ കാലിയാവും കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് പൈസ എടുക്കും. ഇവിടെ വന്നപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് ചായക്ക് എന്താണ് 100 രൂപ ചോദിച്ചു. 100 രൂപയില്ല. പോലീസുകാരൻ പറഞ്ഞു 10 രൂപയുള്ളൂ. 10 രൂപ എടുക്കും. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ ഗ്രാമവാസികൾ വന്നാൽ. ഇതൊക്കെ ഗ്രാമത്തിലെ ആൾക്കാർ രാവിലെ പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മുകളിലൊക്കെ എന്താണ് ബിൽഡിങ്ങിൻ്റെ പണിയാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ എന്താണ് കല്ലുണ്ടോ, കല്ല് താഴോട്ട് ഇറക്കുന്നതാണ്. പാറക്കല്ല് ഇവിടെ ഭയങ്കര ഡിമാൻഡാണെന്ന് തോന്നുന്നു. ഇത് ചെറിയ കടയാണ്. കടേൻ്റെ അടുക്കളയാണ്. ഇന്നലെ രാത്രിക്ക് ഞാൻ എത്തിയ ഒരു ഗ്രാമമാണ് സുൻസ്ര എന്ന് പറയും. നേപ്പാളിലെ ഡാർച്ചുല ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രാമമാണെന്ന് പറയാം. കാരണം 5 ഗ്രാമങ്ങളുടെ സർക്കാർ ഓഫീസ് കൂടിയാണ് വരുന്നത് കേട്ടോ. അതായത് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളും ഡോക്ടറും കൂടാതെ തന്നെ മെഡിക്കലും എല്ലാ സംഭവങ്ങളും കേട്ടോ. ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ബിൽഡിങ്ങിലാണ്. ആംബുലൻസ് ഉണ്ട്, എമർജൻസി ആംബുലൻസ് ആണ്. ഇതുവരെ കമാൻഡോ പോലീസിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. അതായത് പഞ്ചായത്ത് അധികൃതരൊക്കെ ഉള്ള മെയിൻ ഒരു ഗ്രാമമാണ്. ബ്യാസ് ഗാവ് പാലിക 4 നമ്പർ എന്ന് പറയും. സുൻസുറയാണ് ഗ്രാമത്തിൻ്റെ പേര്. മുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വലിയൊരു മഞ്ഞുമലയുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് കയറി പോകാനാണ് നിന്നത്. പക്ഷേ ഗ്രാമവാസികൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അധികം മുകളിലോട്ട് കയറി പോകരുത്. ഇവിടുന്ന് ഈ ഒരു ഗ്രാമം കഴിഞ്ഞാൽ തൊട്ട് മുകളിലോട്ടൊക്കെ ഏകദേശം ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ഏരിയാസ് ആണ്. അങ്ങോട്ട് കയറി പോകരുതെന്നാണ് പറയുന്നത്. താഴെ നിങ്ങൾക്ക് ഇന്ത്യ കാണാൻ കഴിയും. ഇന്ത്യൻ്റെ മലമുകളിലും ഗ്ലേസർ ഉണ്ട്. ഉത്തരാഖണ്ഡ് പർവ്വതങ്ങൾക്ക് മുകളിലും ഗ്ലേസർ കാണാൻ പറ്റും. ഇതൊക്കെ ഇവിടുത്തെ കൃഷിയിടമാണ്. ഏകദേശം ഒരു 9 മണി 10 മണിയാകുമ്പം ഈ കാണുന്ന ബിൽഡിങ് ഓപ്പൺ ആക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ നൈറ്റ് എനിക്ക് ഇവിടുന്ന് വൈഫൈ കിട്ടിയായിരുന്നു. ഞാൻ കിടന്നുറങ്ങിയതൊക്കെ ഈ ഒരു ഭാഗത്താണ്. നടന്നു വന്നിരിക്കുന്നതും ഞാൻ എന്താണ് ഈ കാണുന്ന റോഡിലൂടെയാണ്. ഞാൻ ഇതിലൂടെ നടന്ന് ഇവിടെ എത്തിയത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരോട് മിങ്കിൾ ചെയ്ത് സംസാരിച്ചു. അങ്ങനെയാണ് ഇന്നലെ ഒരു ദിവസം ഞാൻ കഴിച്ചു കൂട്ടിയത്. സുൻസറോ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ഞാൻ എന്തായാലും ഇനി മുകളിലോട്ടല്ല പോകുന്നത്. ഇവിടുന്ന് തിരിച്ചിറങ്ങി അതായത് കാഠ്മണ്ഡു, പൊക്ര എന്നീ സ്ഥലങ്ങളിലേക്ക് പോകണം. വളരെ ദൂരമാണ്. അതായത് വന്ന വഴി മൊത്തം തിരിച്ചു പോയി മുസ്താങ് ഡിസ്ട്രിക്റ്റിലേക്ക് പിടിക്കേണ്ട പ്ലാനിങ് ആണ്. മുസ്താങ് എന്ന് പറഞ്ഞാൽ ഐസ് വില്ലേജ് ഏരിയകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 25,600 ഫീറ്റ്, അതായത് നല്ല ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരു ലൊക്കേഷനാണ്. അവിടേക്ക് പോകണം. എന്തായാലും ഇവിടുന്ന് ഈ ഒരു ഗ്രാമത്തിൽ വെച്ച് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. കുറച്ച് താഴോട്ട് പോയി നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട പ്ലാനിങ്ങിലാണ്. ഗ്രാമവാസികൾ നമ്മളെ നെല്ലായാലും ചോളമായാലും കുത്തിപ്പൊടിക്കുന്ന ഒരു ഇത് കണ്ടോ സ്ഥലമാണ്. ഇവിടെയൊക്കെ നോർമൽ ഇങ്ങനെയാണ് കേട്ടോ. പുറം ഏരിയകളിൽ നിന്നാണ് കുത്തിപ്പൊടിക്കുക. ഇത് ഈ ഒരു വീട്ടിൻ്റെ അവരുടെ മാത്രമാണ്. ഇവിടുത്തെ എല്ലാ വീടുകളിലും ഇതേപോലെയുള്ള കുഴികളുണ്ടാവും. നമ്മൾ അമ്മിക്കല്ല് എന്നൊക്കെ പറയാറില്ല, ആട്ടുകല്ല്, അമ്മിക്കല്ല്, അതിൻ്റെ ഒരു വേറെ ടൈപ്പ് ധാരാളം എടുക്കാൻ പറ്റും. ഇതാണ് ഉലക്ക. നമ്മുടെ നാട്ടിൽ ഉലക്ക എന്നാണ് പറയുക ഈ ഒരു സംഭവത്തെ. അതിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് മുൻപോട്ട് പോയി കുറച്ചും കൂടി കാഴ്ച കാണിച്ചു തരാം ഗ്രാമത്തിൻ്റെ ഒക്കെ. ഗ്രാമത്തിലെ ഓരോരോ ചെറിയ ചെറിയ വീടുകളാണ്. വീടിൻ്റെ ശൈലി കണ്ടോ. ഉള്ളിൽ ഇവർക്ക് നല്ല ചൂടായിരിക്കും. കാരണം തണുപ്പ് കാലത്ത് അതിജീവിക്കാൻ വേണ്ടിയുള്ള വീടുകളാണ് ഇവർ നിർമ്മിച്ചിരിക്കുക. വലിയ പാറക്കല്ലാണ് കേട്ടോ. പാറക്കല്ലാണ് വീടിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പാറക്കല്ലും ചെളിയും മുകൾ ഭാഗവും പാറക്കല്ല് തന്നെയാണ്. ഇത് നമ്മുടെ മൂസമ്പി പോലത്തെ ഒരു പഴവർഗ്ഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഫേമസ് ആണ്. എന്നോട് മൂസമ്പി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഒരു പഴവർഗ്ഗമാണ്. എന്തായാലും അടിപൊളിയായിരിക്കും ഈ ഒരു ഗ്രാമം. സുന്ദരം സുന്ദരം മനോഹരം എന്ന് പറയാറില്ലേ, അതേപോലെയാണ് കണ്ടോ.
പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യൂ. തൊട്ടപ്പുറം ഇന്ത്യ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡാണ്. ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഇവരെ കൃഷിയുണ്ട്. ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക അങ്ങനെ തുടങ്ങിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സ്ഥലം എന്താണ് ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു ബ്യൂട്ടി, നേച്ചർ ബ്യൂട്ടി നമുക്ക് എടുത്തു പറയാം. അത്രയും മനോഹരമായിരിക്കുമെന്ന്. താഴൊക്കെ കണ്ടോ, ഇതൊക്കെ രാവിലെ ഇവർ വെള്ളം ഒഴിച്ചിട്ട് പോയതാണ്. ഇവിടുത്തെ ആൾക്കാർ അധ്വാനികളാണ്, ഹാർഡ് വർക്കേഴ്സാണ്. രാവിലെ എണീക്കും ഇവർ. രാവിലെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് എണീക്കും. ഉറങ്ങുന്നത് എന്താണ് 7 മണി 8 മണിക്ക് നേരത്തെ ഉറങ്ങും. അതാണ് ഇവരെ മെയിൻ പരിപാടി. വാഹനങ്ങൾ എത്തിപ്പെടില്ല. ആ പോകുന്നത് ട്രാക്ടറാണ്. ട്രാക്ടറിൻ്റെ മുകളിലാണ് എല്ലാ വില്ലേജിലും ഗ്യാസ് ഇവർ കണക്ട് ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് ഡാർച്ചുള സിറ്റിയിൽ പോയിട്ട് നിറച്ചിട്ട് ഇവർക്ക് തന്നെ കൊണ്ട് കൊടുക്കും. അതിൻ്റെ പൈസ ഇവർ കൊടുക്കണം കേട്ടോ. നല്ല റേറ്റ് വരും പൈസ കാര്യങ്ങളൊക്കെ. വാഹനം വരാത്ത റോഡാണ്, അപ്പോൾ അതിൻ്റെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് വെച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾക്ക് 3 രാജ്യങ്ങളുടെ മൗണ്ടെയ്ൻസ് കൂടി കാണാം. ഇത് ഇന്ത്യ, ഇപ്പോൾ നിൽക്കുന്നത് നേപ്പാൾ. ആ കാണുന്ന മഞ്ഞുമല കണ്ടോ, അതാണ് ടിങ്കർ എന്ന് പറയുന്നത് നേപ്പാളിലെ ഭാഗമാണ്. തൊട്ടപ്പുറം സഡക്കാണ്, ടിബറ്റ് എന്ന് പറയും. ടിങ്കർ സഡക്ക്, അതായത് നേപ്പാൾ ചൈന ബോർഡറാണ്. അതായത് 3 രാജ്യങ്ങൾ വരുന്ന പർവ്വത പ്രദേശങ്ങളാണ്. ഈ കാണുന്ന റോഡ് പോകുന്നത് ഡയറക്റ്റ് ടിബറ്റിലേക്കാണ്. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് വഴി പോകുന്ന റോഡും നേരെ ടിബറ്റിലേക്കാണ്. അതായത് 3 രാജ്യങ്ങളുടെ ബോർഡർ വരുന്ന സ്ഥലങ്ങളാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഗ്രാമപ്രദേശവും എൻ്റെ യാത്രകളും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തും കൂടെ നിൽക്കുക. ഇതേപോലെയുള്ള മനോഹരമായ മറ്റൊരു കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നടന്ന് ഇനി തിരിച്ച് ഏകദേശം 40 കിലോമീറ്റർ താഴെ ഇറങ്ങണം. പക്ഷേ 4 ദിവസമാവും, കാരണം റോഡില്ല. അത്രയും ഓഫ് റോഡാണ്. പിന്നെ വന്യജീവികളുള്ള മെയിൻ സ്ഥലങ്ങളാണ്. കരടി, പുലി, കടുവയൊക്കെയുള്ള പർവ്വതങ്ങളാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ലൊക്കേഷൻസ് ആണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി ഞാൻ നന്ദി പറയുന്നു. കൂടെ നിൽക്കുക. ഗുഡ് ബൈ.